ജോൽ പ്ലസിൽ സെയിൽസ് ഓർഡർ എങ്ങനെ എൻ്റർ ചെയ്യാമെന്നാണ് ഈ സെഷനിൽ പറയുന്നത്. ടാസ്കിൽ സെയിൽസ് ഓർഡർ കൺട്രോൾ F3 എന്നുള്ള ഷോർട്ട് കീ ഉണ്ട്. ഇത് നമുക്ക് പാർട്ടിനെ ക്രിയേറ്റ് ചെയ്യാം. പാർട്ടിൻ്റെ പേര് എന്താണെന്നുള്ളത് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യുന്നതോടുകൂടെ ഈ പാർട്ടിനെ നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള വിൻഡോ വരും. അതിൽ അവരുടെ അഡ്രസ്സ് അതുപോലെ ഫോൺ നമ്പർ, മൊബൈൽ നമ്പറൊക്കെ നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമുക്ക് അവരെ കെയർ ഓഫ്, അതുപോലെ തന്നെ സ്റ്റേറ്റ്, GST ഉള്ള പാർട്ടിയാണ് GST നമ്പറൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ പാൻ നമ്പറൊക്കെ നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റർ പ്രസ് ചെയ്ത് വരുന്നതോടുകൂടെ സേവ് ചെയ്യാനുള്ള മെസ്സേജ് വരും. നമുക്ക് സേവ് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതാരാണ് ചെയ്യുന്നതെന്നുള്ള സെയിൽസ്മാനെ നമുക്കിവിടെ സെലക്ട് ചെയ്യാം. സെയിൽസ്മാനെ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്തിരിക്കണം, എന്നാലാണ് നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ പറ്റുക. നെക്സ്റ്റ് നമ്മൾ ഐറ്റം എന്താണെന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ഐറ്റം സെലക്ട് ചെയ്തു. അതിൻ്റെ മോഡൽ നെയിം നമുക്കിവിടെ കൊടുക്കാം. അതുപോലെ അതിന് എത്ര വെയിറ്റാണ് പറഞ്ഞിട്ടുള്ളത്, വെയിറ്റ്, അതുപോലെ സ്റ്റോണിൻ്റെ വെയിറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ അത് കാണിക്കാം. എന്നിട്ട് നമ്മൾ എത്ര പെർസെൻറ്റേജ് ആണ് MC പറഞ്ഞിട്ടുള്ളതെന്നുള്ള പെർസെൻറ്റേജ് കൊടുക്കാം. MC ടോട്ടൽ എമൗണ്ട് കൊടുക്കാം. അതല്ലെങ്കിൽ പെർസെൻറ്റേജിൻ്റെ വാല്യൂ ഇട്ടിട്ട് P നടിച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ പെർസെൻറ്റേജ് ആയിട്ട് എടുക്കും. ഇനി നെക്സ്റ്റ് നമുക്ക് ഡെലിവറി ഡേറ്റ് ഏത് ഡേറ്റാണ് പറഞ്ഞിട്ടുള്ളതെന്നുള്ള ഡേറ്റ് ഇവിടെ കൊടുക്കാം. അവിടുന്ന് എൻ്റർ ചെയ്യാം. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ലൈനിലേക്ക് വരും. അവിടുന്ന് വീണ്ടും അടുത്ത ഐറ്റം കൊടുക്കാം, മോഡൽ നെയിം കൊടുക്കാം, അത് എത്ര വെയിറ്റാണ് പറഞ്ഞിട്ടുള്ളതെന്നുള്ള വെയിറ്റ് കാണിക്കാം. എൻ്റർ ചെയ്ത് വരുമ്പോൾ MC ചോദിക്കും. MC നമുക്ക് പെർസെൻറ്റേജ് വൈസ് അതുപോലെ ഡെലിവറി ഡേറ്റും ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇനി ഇതേ ഓർഡറിനെ അഗെയിൻസ്റ്റ് ആയിട്ട് തന്നെ അവർ എക്സ്ചേഞ്ച് ആയിട്ട് അല്ലെങ്കിൽ ഓൾഡ് തരുന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾഡ് കാണിക്കാം. നമുക്ക് താഴെ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞ കോളുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യുക. അതല്ലെങ്കിൽ F9 എന്നുള്ള ഷോർട്ട് കീ അടിക്കുക. അപ്പോൾ നമുക്ക് ആ എക്സ്ചേഞ്ചിൻ്റെ വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അതിൽ നമുക്ക് OG എന്നുള്ള ഐറ്റം സെലക്ട് ചെയ്തു. ഗ്രോസ് വെയിറ്റ് എത്ര വെയിറ്റാണ് എക്സ്ചേഞ്ച് തരുന്നതെന്നുള്ള വെയിറ്റ് കൊടുത്തു. അത് നമുക്ക് ലെസ് ചെയ്യാൻ പെർസെൻറ്റേജ് വൈസ് അഥവാ വെയിറ്റിൻ്റെ പെർസെൻറ്റേജ് വൈസോ അല്ലെങ്കിൽ വെയിറ്റ് ആയിട്ടോ ലെസ് ചെയ്യാം. അതല്ലെങ്കിൽ റേറ്റിലാണ് നമുക്ക് ലെസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പെർസെൻറ്റേജോ അല്ലെങ്കിൽ അതിൻ്റെ റേറ്റ് മാറ്റി കൊടുക്കുക ചെയ്തിട്ട് എൻ്റർ ചെയ്യാം. അവിടുന്ന് എൻ്റർ അടിച്ച് വരാം. അപ്പോൾ നമുക്ക് വീണ്ടും ഓർഡറിൻ്റെ വിൻഡോയിലേക്ക് വന്നു. ഇനി നമുക്ക് ഇതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് സെയിൽസ് റിട്ടേൺ, ഓൾറെഡി അവർ സെയിലായിട്ട് കൊണ്ടുപോയിട്ടുള്ള ഐറ്റം റിട്ടേൺ വരുന്നുണ്ടെങ്കിൽ അത് നമുക്കിവിടെ എൻ്റർ ചെയ്യാം. അതിലുള്ള ഓപ്ഷനാണ് F. സെയിൽസ് റിട്ടേൺ നമുക്ക് ഈ ഒരു വിൻഡോയിൽ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതുപോലെ അവർ ക്യാഷ് അഡ്വാൻസ് തന്നിട്ടുണ്ടെങ്കിൽ അഡ്വാൻസ് തന്ന എമൗണ്ട് നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ അവർ എക്സ്ചേഞ്ച് തന്നിട്ടില്ല, റിട്ടേൺ തന്നിട്ടുള്ള എമൗണ്ട് ഇപ്പോൾ ഓർഡർ തന്നതിനെക്കാട്ടി കുറവാണെങ്കിൽ നമുക്കത് റീഫണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് ഇവിടെ റീഫണ്ട് ചെയ്യുന്നത് ഇവിടെ കാണിക്കാം. ഓക്കെ, അവിടുന്ന് ജസ്റ്റ് എൻ്റർ അടിച്ച് സേവ് ചെയ്യുക. അതല്ലെങ്കിൽ നമുക്ക് പ്രിൻ്റ് എടുത്തിട്ട് കൊടുക്കാം. ഓക്കെ, ഇത്രയാണ് സെയിൽസ് ഓർഡർ എൻ്റർ ചെയ്യുന്ന ഡീറ്റെയിൽസ്.